ബി.ജെ.പി. സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ആ വാർത്തകളാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. കുട്ടികളുടെ ഒരു മാസത്തിലധികമായുള്ള ആവശ്യം, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും ദിവസം കുട്ടികൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെയും സഹനത്തിന്റെയും ഫലമായി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുകയാണ്. ലിജോ, ഏറ്റവും പുതിയ വാർത്തയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളത്. മറ്റ് വിശദാംശങ്ങൾ നൽകാം. ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധത്തിനെതിരെയുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 3:30 ഇന്നിപ്പോൾ CJPയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ രാജിക്കത്ത് നൽകി എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധം, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ആദ്യ ഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലുള്ള വെറും ആൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് അത് പിന്നീട് ഏതാണ്ട് കഴിഞ്ഞ 30 ദിവസത്തോളമായി ജന്തർ മന്ദറിൽ നടക്കുന്ന ഒരു സമരം എന്ന നിലയിലേക്ക് അത് മാറുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന അന്ന് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമായി അത് മാറുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ തരത്തിലുള്ള അതിക്രമം ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് രാജ്യമാകെ ചർച്ചയാകുന്നു. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീഹാറിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ബംഗാളിലും കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും അടക്കം വലിയ തരത്തിലൊരു പ്രതിഷേധമായി അത് മാറുന്നു. കേവലം കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു പാർട്ടി എന്ന രൂപത്തിൽ യുവാക്കളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ നിന്ന് ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ ഇരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന പോർട്ട്ഫോളിയോയിൽ ഇരിക്കുന്ന മന്ത്രി രാജിവെക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ അത് വളരെ ചെറിയ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി എന്ന നിലയിലേക്ക് മാറുന്നു. പിന്നീട് അത് തെരുവുകളിലേക്ക് ആ സമരം പടരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 22 വിദ്യാർത്ഥികളാണ് നീറ്റ് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത്. ആ തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിഷേധമായി അത് മാറുന്നത് പിന്നീട് നമ്മൾ കാണുന്നു. ജന്തർ മന്ദറിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകുന്നു. ആ തരത്തിലേക്ക് അത് മാറുന്നു. ഏറ്റവും ഒടുവിലായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ആ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ചർച്ച ചെയ്യുന്നതിൽ പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJPക്കും അതിന്റെ അഭിജിത് ദീപ്ക അടക്കമുള്ള അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജി എന്ന ആവശ്യത്തിൽ ഉറച്ച് നിന്ന CJPക്ക് മുൻപിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നുവെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഓർക്കണം, കർഷക സമരം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 1 വർഷമാണ് കർഷകർ സമരം നടത്തിയത്. അത് വലിയ രീതിയിലുള്ള സമരം നടത്തി. വലിയ തരത്തിലുള്ള അതിക്രമം ഉണ്ടാകുന്നു. 2021 വലിയ തരത്തിലുള്ള സമരം നടക്കുകയും അത് അക്രമമായി മാറുകയും നിരവധി കർഷകർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള നിലപാടിൽ മാറ്റം വരുത്താത്ത കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായി ഒരു മന്ത്രി രാജിവെക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തെ മാറ്റിക്കൊണ്ടുവരാൻ രാജ്യത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജ്യോതിക എന്ന നടി അവർ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ വരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും മാറ്റമില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന് പറഞ്ഞിടത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. CJP എന്നൊരു വിദ്യാർത്ഥി കൂട്ടായ്മക്ക് അല്ലെങ്കിൽ ഒരു പൊതു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം. വിവരങ്ങളുമായി ഷബ്ന കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബ്ന, എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. എവിടെ നിന്നോ വന്നു, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ടഡായ പാർട്ടി എന്നുൾപ്പെടെ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കൂട്ടം പാറ്റ വിപ്ലവം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഷബ്നയ്ക്ക് ഇപ്പോൾ കാണാവുന്ന ദൃശ്യങ്ങൾ എന്താണ്? അവിടെ ഈ വാർത്തകൾ അറിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ അഭിജിത് ദീപ്കെ ജന്തർ മന്ദറിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഷബ്ന, ഒരു നിമിഷം.
कुमारी थापा, शिवानी यादव, अनु गिर्रा, ताहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनवणे, अवंतिका मौर्य, जतिन कुमार, गोपिका शेख सना, व्यक्तियानंदम, ये वो बच्चे हैं जिनको आज न्याय मिला है। मैं चाहता हूं